അപ്പോൾ നമ്മുടെ CNG വാഹനത്തിൻ്റെ കാലിബ്രേഷൻ കഴിഞ്ഞു. കാലിബ്രേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടി. 2027 വരെ നെക്സ്റ്റ് ടെസ്റ്റ് ഡേറ്റ് ഉള്ള ഒരു ഡ്യൂ ഡേറ്റ് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും അറിയാത്ത കാര്യമാണ് എന്താണ് CNGയുടെ കാലിബ്രേഷൻ എന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ, അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനാണ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. നമ്മുടെ ഒരു വാഹനം, ഒരു CNG വാഹനം, ഒരു വാഹനത്തിനകത്ത് CNG ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ടെസ്റ്റിംഗ് കാലാവധി ഉണ്ടാവും. അത് 2025 ഒരു വാഹനം CNG ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തേക്കായിരിക്കും അതിൻ്റെ നമുക്ക് ടെസ്റ്റിംഗ് കാലാവധി. ടെസ്റ്റിംഗ് മീൻസ് അടുത്തൊരു ടെസ്റ്റ് വരുന്ന കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷത്തേക്കാണ്. ഇപ്പോൾ ഈ ഒരു വാഹനം 2021 മോഡൽ വാഹനമാണ്. 2024 ഇതിൻ്റെ CNGയുടെ കാലാവധി അവസാനിച്ചു. നമ്മളെ വാഹനത്തിനൊക്കെ ഫിറ്റ്നസ് എടുക്കുന്ന പോലെ തന്നെ ഈ CNG ഒന്ന് ഫിറ്റ്നസ് എടുക്കണം. അത് അതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഈ കാലിബ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാഹനം ഇവിടെ CNG കാലിബ്രേഷന് വേണ്ടി കൊണ്ടുവന്നു. കാലിബ്രേഷൻ ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. എന്താണ് കാലിബ്രേഷൻ എന്നുള്ളതും പറഞ്ഞുതരാം. നമുക്ക് നിങ്ങൾ CNG ഫിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, CNG ഫില്ല് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ CNGയുടെ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആൾ ഇത് ചെക്ക് ചെയ്യും. ഇത് ഈ വാഹനം കാലിബ്രേറ്റഡ് ആണോ, ഇതിനകത്ത് CNG ടെസ്റ്റ് പാസ്സായിട്ടുള്ള വാഹനമാണോ എന്നുള്ളത് ഈ ഫില്ല് ചെയ്യുന്നിടത്ത് നിന്ന് ചെക്ക് ചെയ്യും. അത് പാസ്സാവാത്ത വാഹനം അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പയർ ആയിട്ടുള്ള വാഹനമാണെങ്കിൽ CNG നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് തരില്ല. നിങ്ങൾ കാലിബർ ചെയ്ത് വരാൻ പറയും. അങ്ങനെ കാലിബർ ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് CNG ഫില്ല് ചെയ്ത് തരുള്ളൂ. ഇനി എന്താണ് കാലിബ്രേഷൻ എന്ന് കഴിഞ്ഞാൽ, നമ്മുടെ CNGയുടെ ഒരു സിലിണ്ടർ ഉണ്ട്. അതായത് നമ്മുടെ ഡിക്കിക്കകത്താണ് വാഹനത്തിൻ്റെ സിലിണ്ടർ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. വലിയ സിലിണ്ടർ നമ്മൾ സാധാരണകളിൽ കണ്ടിട്ടുണ്ടാവും. സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10 കിലോത്തോളം കപ്പാസിറ്റി വരുന്ന സിലിണ്ടറാണിത്. ഈ സിലിണ്ടർ ഏകദേശം 3 വർഷം കഴിഞ്ഞാൽ, ഇത്രയും വലിയ സിലിണ്ടർ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. ഈ സിലിണ്ടറിൻ്റെ ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത്. അതായത് ഇതിൽ നമ്മളിപ്പോൾ 3 വർഷത്തെക്കാലം ഈ ഒരു വാഹനത്തിനകത്ത് CNG ഇങ്ങനെ അടിക്കും, കഴിഞ്ഞാൽ വീണ്ടും റിന്യൂ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ CNG ടാങ്കിന് ഡാമേജുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. മീൻസ് എന്തെങ്കിലും തീരത്തിൻ്റെ രീതിയിലുള്ള ആ ഒരു ടാങ്കിനകത്തുള്ള വിള്ളൽ വരാം, സ്ക്രാച്ചസ് വരാം, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ്സിനകത്ത് ഡാമേജ് വരാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ബ്ലാസ്റ്റ് ആവാനുള്ള, ഇപ്പോൾ ക്രാക്കൊക്കെ വന്നിട്ട് ഇത് ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ 3 വർഷത്തിന് ശേഷം ഈ ടെസ്റ്റിംഗ് നടന്നു കഴിഞ്ഞാൽ, ഈ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ കംപ്ലീറ്റ് ചെക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതായത് സിലിണ്ടർ അഴിച്ചെടുത്തതിന് ശേഷം ഇത് പിന്നെ വെള്ളത്തിലേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് ഹൈ പ്രഷർ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യും ഇവർ. അതായത് ഈ സിലിണ്ടറിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, ഇതിനകത്ത് ക്രാക്ക് ഉണ്ടോ, അൾട്രാ ടെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യണം. അതായത് സിലിണ്ടറിൻ്റെ ഉൾഭാഗങ്ങൾ എന്തെങ്കിലും വിള്ളലുകൾ അല്ലെങ്കിൽ തേയ്മാനങ്ങളോ വന്നിട്ടുണ്ടോ എന്നുള്ളത് ടെസ്റ്റിംഗ് ആണ് ഈ കാലിബ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ഇത് ഓക്കെ ആണെന്ന് വെരിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഈ തന്നിട്ടുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ CNGയുടെ ഫുൾ ഡീറ്റെയിൽസ് മെൻഷൻഡ് ആണ്. വെഹിക്കിൾ നമ്പർ ഉണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ടെസ്റ്റിംഗ് ഡേറ്റ്, ടെസ്റ്റ് നെക്സ്റ്റ് ഡ്യൂ ഡേറ്റ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മെൻഷൻഡ് ആണ്. ഈവൻ വെഹിക്കിളിൻ്റെ ഫോട്ടോ അടക്കം ഇതിനകത്ത് മെൻഷൻ ചെയ്ത്, അതേപോലെ സിലിണ്ടറിൻ്റെ നമ്പർ കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമ്മളിപ്പോൾ ഒരു ഫ്യൂവൽ CNG ഫില്ല് ചെയ്യാൻ വരുന്ന സമയത്ത്, ചെല്ലുന്ന സമയത്ത് ഈ പിന്നെ ഫില്ല് ചെയ്യുന്ന ആൾ ഇത് എവിടെ നോക്കിയിട്ട് CNG ഫില്ല് ചെയ്തിട്ട് സർട്ടിഫൈഡ് ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് മെൻഷൻഡ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് ഇതിൻ്റെ അതായത് ഫ്യൂവൽ ക്യാപ്പിൻ്റെ ഭാഗങ്ങളിൽ ഇവിടെ ഒരു പഞ്ചിങ് ഉണ്ട്. അതായത് ഇതിൻ്റെ കറക്റ്റ് ഡേറ്റ് മെൻഷൻ ചെയ്യുന്നത്, നെക്സ്റ്റ് ടെസ്റ്റ് ഡേറ്റ് 20/11/27, ഇത് ടെസ്റ്റ് ചെയ്ത ഡേറ്റ് തുടങ്ങിയിട്ടുള്ള ഡേറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വാഹനത്തിന് എത്ര വരെ ഏത് വരെ ഡേറ്റ് ഉണ്ട്, ഇത് കാലിബ്രേഷൻ നടന്നിട്ടുള്ള വാഹനമാണോ അല്ലാത്ത വാഹനമാണോ, ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതൊക്കെ കറക്റ്റ് ഇത് ഫില്ല് ചെയ്യുന്ന ആൾ ഇത് ചെക്ക് ചെയ്യും. കാരണം ആ പ്ലേറ്റ് വാഹനത്തിനകത്ത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് CNG കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം അല്ലെങ്കിൽ CNG ഫിറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനം നിങ്ങൾ എവിടെയെങ്കിലും എടുക്കുന്ന സമയത്ത് അത് കാലിബ്രേറ്റഡ് ചെയ്തിട്ടുള്ള വാഹനമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വമേധയ ചെക്കിങ് ചെയ്യുക. ഇനി അല്ല കാലിബ്ര ചെയ്യാത്ത വാഹനമാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നേരിട്ട് പോയിട്ട് നിങ്ങൾ CNG അടിക്കരുത്. കാരണം അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്ലാസ്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ, അപകടം സംഭവിക്കാനുള്ള കൂടുതലാണ്. അപ്പോൾ ഇൻ കേസ് CNG കാലിബ്രേഷൻ ചെയ്യാത്ത വാഹനമാണെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യുക, CNG കാലിബ്രേഷൻ ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വാഹനത്തിൽ CNG ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക എന്നൊരു ചെറിയൊരു ഇൻഫർമേഷൻ കൂടി. താങ്ക്